ഈ ഡോക്ടർ ജൻക പല്ല് പറിക്കുകയാണോ അല്ല വേറെന്തെങ്കിലും ചെയ്യുവാണോ? കേൾക്കുന്നില്ലേ ഡ്രിൽ ഉപയോഗിക്കുന്നത്? ഇവിടെ പല്ലെടുക്കാണോ അതോ കല്ല് പൊട്ടിക്കുകയാണോ? ഇങ്ങനെ ഇടിയിടിക്കാൻ ഇയാളെന്താ കൽപ്പണിക്കാരനാണോ? എന്നെ രക്ഷപ്പെടുത്തോ, രക്ഷപ്പെടുത്തോ, രക്ഷപ്പെടുത്തോ. ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഓടിയാൽ എങ്ങനെയാ ഞാൻ നിങ്ങളുടെ പല്ല് പറിച്ചെടുക്കുക? ഇനിയൊരു ഒറ്റ മിനിറ്റിന്റെ കാര്യമില്ല. എന്റെ അമ്മച്ചി, എന്റെ പല്ലിനല്ലായിരുന്നു വേദന, എന്റെ കൈക്കായിരുന്നു വേദന. നിങ്ങൾക്ക് പല്ല് വേണം? എന്റെ വീടെന്റെ കൈ പിടി. കൂട്ടുകാരെ, നിങ്ങൾ ഈ ക്ലിനിക് ഒന്ന് നോക്കിക്കോണേ. ഇനി അവനെങ്ങാനും പോലീസിൽ പോയി പരാതി കൊടുത്താലോ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഇത് ക്ലിനിക്കാണോ അല്ല അയാളുടെ ഇടിമുറിയാണോ? ആ ജഡ്കയുടെ ക്ലിനിക്കും ഇടിമുറിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ജഡ്ക ഈ മെഡലുകളൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണെന്നാ. എങ്ങനെയുണ്ട് പത്ലു ഇപ്പം? കണ്ടാൽ ശരിക്കും ഡോക്ടറെ പോലെ തന്നെയുണ്ട്. ഞാനിതാ ഇപ്പൊ വരാം. എങ്ങനെയാണ് രോഗികളെ ശുശ്രൂഷിക്കേണ്ടതെന്ന് നമുക്ക് ഡോക്ടർ ജഡ്കയെ പഠിപ്പിച്ചു കൊടുക്കാം. ഒരുപാട് വിശ്വാസത്തോടെ ചികിത്സ തേടി വരുന്ന രോഗികളെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വേണം ശുശ്രൂഷിക്കാൻ. വാ വാ, എന്ത് നല്ലൊരു ചിന്ത. നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടല്ലോ. എന്റെ പല്ലിനൊരു ചെറിയ വേദന നിങ്ങൾക്ക് മാറ്റിത്തരാൻ കഴിയുമോ? വേദന മാത്രമല്ല, വേണമെങ്കിൽ നിന്റെ പല്ല് തന്നെ ഞങ്ങൾ മാറ്റിത്തരും. പല്ലില്ലെങ്കിൽ പിന്നെ പല്ല് വേദനയുടെ പ്രശ്നമേ വരുന്നില്ലല്ലോ. എന്നോട് ചോദിച്ചാൽ ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ആഹാ, എന്ത് നല്ലൊരു ചിന്ത, നല്ലൊരു മനസ്സുള്ള വ്യക്തി. എന്നാലും മോട്ടോ, ഒരെന്നാലും ചെന്നാലും ഇല്ല. നമ്മൾ ഇയാളുടെ പല്ലെടുക്കണമെന്നുള്ളത് ദൈവനിശ്ചയമായിരിക്കാം. സത്യത്തിൽ ജഗദീശ്വരൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ലെന്നാണല്ലോ. അത് കലക്കി. നിങ്ങളോടൊരു ബഹുമാനം തോന്നുന്നു. പല്ല് വേഗം എടുത്തു തരണേ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലേ. നിങ്ങളെന്തേ കാണിക്കുന്നേ? ഇത് ഞാൻ അങ്ങോട്ട് എടുത്തു വെക്കാൻ പോവുകയാണ്. എന്നാൽ വാ തുറന്നേ. കുറച്ചുകൂടെ തുറന്നേ. കുറച്ചുകൂടെ തുറന്നേ. കുറച്ചുകൂടെ തുറക്ക്. കുറച്ചുകൂടെ. അണ്ണാക്കിന്റെ അകത്തിരുന്നോ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോണ്. ഇതിലും മീത് എനിക്ക് തുറക്കാൻ പറ്റില്ല. ഓക്കേ, ഇനി ഞാൻ നിങ്ങളുടെ പല്ലെടുക്കാം. നിങ്ങൾ ആദ്യം ഒന്ന് ചോദിക്ക്, എന്റെ ഏത് പല്ല വേദനിക്കുന്നതെന്ന്. ഇദ്ദേഹം മഹാനായ ഡോക്ടറാണ്. പല്ല് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും. എങ്കിലും പറഞ്ഞോളൂ. ഇനി താങ്കൾ കണ്ണടച്ച് സമാധാനമായി കിടന്നോളൂ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നിങ്ങളുടെ വായിലെ പല്ല് കാണില്ല. മനോഹരം, അതിമനോഹരം. അല്ല മോട്ടോ, പല്ലെങ്ങനെ പറിക്കുക എന്നതിനെ കുറിച്ച് നീ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. അത്ഭുതം തോന്നുന്നു, ശരിക്കും അത്ഭുതം. എത്ര ശാന്തമായിട്ടാ നിങ്ങൾ എന്റെ പല്ല് പറിക്കാൻ പോണത്. ബഹുമാനം തോന്നുന്നു. ബഹുമാനം തോന്നുന്നു. അതിഭീകരം, അതിഭീകരം. താൻ ഡോക്ടറുടെ അറിവുകാരനാണോ? കാസേരന്നാരെ എഴുന്നേക്കാൻ പറഞ്ഞേ. ഒന്നുകൂടെ ക്ഷമിച്ചെങ്കിൽ പല്ല് പുറത്തേക്ക് വന്നേനെ. നിങ്ങളുടെ പല്ല് പോകുന്നത് നിങ്ങൾ പോലും അറിയില്ലായിരുന്നു. എന്റെ പല്ല് പറിച്ചിട്ട് കൊടുക്കില്ല, ഞാനിവിടെ പോവാണ്. അല്ല, അങ്ങനെ എങ്ങനെയാ പോവാൻ പറ്റുക? ഞങ്ങൾക്ക് ഇതൊരു ചീത്തപ്പേരായി പോവൂലേ? പത്ലു, പിടിക്കുകയാളെ. എന്റെ കെട്ടഴിച്ച് വിട്. വിടാനല്ല പറഞ്ഞ്. നിങ്ങൾ എന്തായി കാണിക്കുന്ന? ആരെന്നെ സഹായിക്കണേ ഡോക്ടർ. നിക്ക്, ആ കസാര ഇങ്ങോട്ട് തന്നിട്ട് പോ. ഈ ഡോക്ടറാവാന്നൊക്കെ പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള പണിയാണ്. ദേ കണ്ടോ, അടുത്ത രോഗി എത്തിക്കഴിഞ്ഞു. ഡോക്ടർ എവിടെയാണ്? ഡോക്ടർ എവിടെയാണ്? കമ്പൗണ്ടറെ, ഡോക്ടർ എവിടെയാണെന്ന് പറയേ. ഇവിടെ കമ്പൗണ്ടർ ഒന്നും ആരുമില്ല. ഇതാണ് ഡോക്ടർ പത്ലു.
MALLSDCORGLMNOP. പിന്നെ ഇതാണ് ഡോക്ടർ മോട്ടോ XYZ QRP ABC LMNOP. മതി 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 മതി. നിങ്ങളെ പോലെയുള്ള ഡോക്ടർമാരെ കിട്ടിയത് തന്നെ എന്റെ ഭാഗ്യം. ഒന്ന് വേഗം വരണം, എന്റെ സഹോദരൻ അറ്റാക്ക് ഉണ്ടായി. ആരാ അറ്റാക്ക് ചെയ്തത്? എവിടെയുള്ളത് അയാള്? ചിങ്കൻ സാറിനോട് പറയൂ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ കളിക്കുന്നത്? ഒന്ന് വേഗം വരണം, എന്റെ സഹോദരൻ അറ്റാക്ക് ഉണ്ടായി അവിടെ കിടക്കുവാണ്. നിങ്ങളൊന്ന് വേഗം വരണം, എന്റെ സഹോദരന് ബോധം പോലും ഇല്ല. ഓ, എന്നാ എന്നാ വേഗം വരുന്നത്? പോകാം. അതുകൂടി ഒന്ന് എടുക്ക്. അതെന്തിനാണ്? കഴിഞ്ഞ തവണ ഡോക്ടർ വന്നപ്പോ ഈ മെഷീൻ നെഞ്ചത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എന്റെ സഹോദരന് സുഖം പ്രാപിച്ചത്. ഇത് നെഞ്ചത്ത് അമർത്തി വെക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ഇത് ഇഞ്ചക്ഷൻ ഒന്നും അല്ലല്ലോ. അയാൾക്ക് എന്ത് പറ്റി? ഇതെന്തോ അപകടം പിടിച്ച സാധനമാണ്. വേഗം ഇത് മാറ്റി പിടിക്കേ. പക്ഷെ ഇതിങ്ങനെ നെഞ്ചത്ത് വെച്ചപ്പോ അയാൾ എങ്ങനെയാ പറന്നു പോയത്? എന്റെ കഥ കഴിഞ്ഞു. ആ യന്ത്രം ഒന്ന് എടുത്ത് വലിച്ചെറിയേ. ഇതൊക്കെ ഒരു മെഷീനാണോ? ഇത് ആൾക്കാരെ രക്ഷിക്കാനുള്ള മെഷീനല്ല, മറിച്ച് പരലോകത്തെത്തിക്കാനുള്ള മെഷീനാ. ദേ കണ്ടോ, അടുത്ത രോഗി എത്തിക്കഴിഞ്ഞു. ഡോക്ടറെ ഞാനാണ് ഡോക്ടർ. എന്താ പറ്റിയേ? പെട്ടെന്ന് തന്നെ ചികിത്സിക്കൂ. എന്റെ കയ്യില് ഒരു പാമ്പ് കടിച്ചിരിക്കുക. പാമ്പ് നിങ്ങളെ കടിക്കുമ്പോ ആ സമയത്ത് ആ പാമ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അത് എനിക്കെങ്ങനെ അറിയാനാ? ആ പാമ്പിനോട് പോയി ചോദിക്കൂ. ആ പാമ്പ് ഇപ്പൊ എവിടെ കാണും? എന്റെ കൂടെ വരൂ, എനിക്ക് ആ പാമ്പിന്റെ ഒരു ഹിസ്റ്ററി തന്നെ തയ്യാറാക്കണം. എന്റെ ഡോക്ടറെ, പാമ്പിന്റെ ഹിസ്റ്ററി അന്വേഷിച്ചു പോയാൽ ഞാൻ ഹിസ്റ്ററിയായി മാറും. എന്നെ ചികിത്സിക്കൂ. ഓക്കെ ഓക്കെ, നിങ്ങളെ പേടിക്കണ്ട. നിങ്ങളെ ഇപ്പൊ ശരിയാക്കി തരാം. എന്നെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണോ അല്ല കൊല്ലാൻ കൊണ്ടുപോകണോ? എന്താ നിങ്ങൾ ചെയ്യണേ? ഒന്ന് പറയോ. ഐഡിയ. അതെ, നിങ്ങൾ എന്തായി ചെയ്യണേ? ഒന്ന് നിർത്തണുണ്ടോ ഈ മാതിരി ചികിത്സ? എന്തായി ചെയ്യണ നിങ്ങള്? ഈ പാമ്പ് നിന്റെ വിഷം വലിച്ചെടുത്ത് നിന്നെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. എന്നെ ചികിത്സിക്കുകയാണോ അതോ മുകളിലേക്ക് അയക്കാനുള്ള പദ്ധതി ഒരുക്കുകയാണോ? ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം പ്ലീസ്, നിങ്ങൾ ഞങ്ങളോടൊന്ന് സഹകരിക്കൂ. പറയുന്നത് അനുസരിക്കൂ പ്ലീസ്. മാറി നിക്ക്. എന്റെ അടുത്തേക്ക് വരരുത്. നിങ്ങളൊരു ഡോക്ടർ ആവാനുള്ള യാതൊരു സാധ്യതയില്ല. ഞാൻ ഏതെങ്കിലും നല്ല ഡോക്ടറിന്റെ അടുത്ത് പൊക്കോളാം. നിങ്ങളെ വീടില്ല, ഞാൻ വെളിയിൽ വെച്ച് ഞാൻ കണ്ടോളാം നിങ്ങളെ. നല്ലൊരു അവസരം വന്നതായിരുന്നു പാമ്പിന്റെ വിഷം ഇറക്കാൻ വേണ്ടി. പക്ഷേ അവൻ പേടിച്ച് ഓടിക്കളഞ്ഞല്ലോ. ഞാൻ ഈ നൂറ്റാണ്ടിലെ സർപ്പമാണ്. അതുകൊണ്ട് മകുടി ഞാനൂതും, മറ്റുള്ളവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും. ഇത് മകുടി ഊതുവാണല്ലോ. മിണ്ടാതിരിക്കാൻ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. എനിക്ക് തോന്നുന്നത് ഇതിന് നമ്മൾ ഡാൻസ് കളിപ്പിക്കാനുള്ള പ്ലാൻ ആയിരിക്കും. കളിച്ചോ പത്തലു, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഡോക്ടർ ജട്ക, ദാ നോക്കൂ, ഇതാണ് വ്യാജ ഡോക്ടർമാര്. തല്ലണം, അവരെ വെറുതെ വിടരുത്. ഇവര് ഡോക്ടർമാരൊന്നും അല്ല, എന്റെ കൂട്ടുകാരാ. അവരാരാണെങ്കിലും അവരെ തല്ലവരെ, വിടരുത് അവരെ. പിടിക്കവരെ, വിടരുത്, പിടിക്ക്.
എടാ കള്ളാ. തുറക്കടാ വാതില്. വാതില് തുറക്ക്. വാതില് തുറക്കാൻ. വാതില് തുറക്കണം. വാതില് തുറക്കാൻ. രക്ഷപ്പെട്ടു. ആ ഒരു വിധത്തിന് രക്ഷപ്പെട്ടു. ഡാൻസ് കളിക്കുമ്പോ ഡാൻസ്. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഒന്നും അനങ്ങാതിരുന്നാ പിന്നെ നമ്മൾ ചാവേണ്ടി വരും. ഇതാ ഇത് ഉടുത്തോണ്ട് വേണം ഇനി ഡാൻസ് കളിക്കാൻ. കമോൺ. എന്റെ സമൂസയാണ് സത്യം. ഇനി ഒരിക്കലും നിങ്ങൾ ആരെയും അത് ബുദ്ധിമുട്ടിക്കില്ല.